ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. പവർഡ് ബൈ ഏസ്മൺ. വാശിയേറിയ പോരാട്ട ഭൂമിയിൽ രണ്ട് ടീമുകൾ ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 1 minute 53 seconds സമയമെടുത്ത് ഗൗരി ആൻഡ് കരോളി, 1 minute 55 seconds സമയമെടുത്ത് അമൃത നായർ ആൻഡ് അമൃത സജു എന്നിവർ തങ്ങളുടെ ടാസ്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്തതായി തീയിൽ കളിക്കാൻ ഇറങ്ങുന്നത് ടീം 3, ധന്യ, മേരി ആൻഡ് ശിൽപ. ധന്യ, ശിൽപ, നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. പേടിയുണ്ട്, തീയല്ലേ, എന്നാലും എങ്ങനെയെങ്കിലും മാക്സിമം ട്രൈ ചെയ്യും. മാക്സിമം സ്പീഡിൽ തന്നെ തീർക്കണമെന്നുണ്ട്. എക്സാക്ട്ലി. പിന്നെ അവിടുത്തെ ലാസ്റ്റ് എൻഡിലുള്ള അത് മാത്രമേ കുറച്ച് ഡൗട്ട്, കാരണം അത് എത്ര സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്പീഡ് അത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക. ഏറ്റവും കുറവ് സമയത്തിൽ എത്തുന്നവരാണ് വിജയ് എങ്കിൽ പോലും എനിക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ബിക്കോസ് നിങ്ങളൊക്കെ അഭിനേത്രികളാണ്. ഓക്കെ, സോ തീയാണ്, ഒരു കനല് മതി. അതുകൊണ്ട് വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കുക. സോ ആര് കിടക്കും ഈ തീ ചൂളയിൽ? ഞാൻ കിടക്കാം. കിടക്കും. റെഡിയാണ്? റെഡി ഫോർ Okay, ready? 3, 2, 1, go! Slow.
So tell me, what do you feel? ആദ്യം നല്ല തീ ഉണ്ടായിരുന്നു, കണ്ണെരിഞ്ഞു, പേടിയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു, ചൂടേറ്റു. പക്ഷെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കോർപ്പറേഷൻ? നിങ്ങൾ എന്തെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അല്ലെങ്കിൽ ചുമ്മാ? ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് ആര് വരുന്നോ അവര് ഫുഡ് എടുത്ത് വെക്കാൻ തീരുമാനിച്ചു. എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു ഇടയ്ക്കൊരു ഗുഡ് പീസ് വീണ് പോലെ കയ്യിൽ. അത് പക്ഷെ അത്രയും ചൂട്, ആ സെന്ററിൽ ഭയങ്കര ചൂടാണ്, നല്ല പെയിൻ. അതാ പിന്നെ എനിക്ക് ഹെൽത്ത് വൈസ് നല്ല വീക്കാണ്, നല്ല ബോഡി പെയിൻ ഉണ്ട്. അതാ ഞാൻ ആദ്യം കിടക്കാന്ന് വെച്ചത്. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തു. ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ലല്ലോ? രണ്ടുപേരും ഓക്കെ അല്ലേ? ഓ നൈസ് നൈസ്, വെരി ഗുഡ്. So Renisha, let's go. Megha, you stay here. Very good.
So tell me, how was it? നല്ലതായിരുന്നു. പലക നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കൈക്ക് വയ്യാത്തോണ്ട് എങ്കിലും ശ്രമിച്ചു. ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. ബട്ട് കംപ്ലീറ്റ് ചെയ്തു. Okay അല്ലേ? രണ്ടുപേരും okay അല്ലേ? Yeah, fine. Complete ചെയ്തു. Perfectly fine അല്ലേ? Okay, so back to seat. So what's happening here? 4 ടീമും മത്സരിച്ചു. ലാസ്റ്റ് അങ്കിത ആൻഡ് അരുന്ധതി. എന്താണ് ഇഷ്യൂ? I'm not feeling good. You can't do this. ചെയ്യാൻ പറ്റില്ല. ട്രൈ ചെയ്യാൻ പോലും പറ്റില്ല. I really wish to try for her. അങ്കിതയുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നഷ്ടമാകുന്നത് ബിക്കോസ് ഓഫ് യു. ഓടണം ചാടും. എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അങ്കിതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഓടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തില് ഐ എം നോട്ട് ഷുവർ. നിങ്ങളെല്ലാരും അരുന്ധതിയെ സപ്പോർട്ട് ചെയ്താണോ നിൽക്കുന്നത്? അരുന്ധതി ക്വിറ്റ് ചെയ്തതിനേക്കാളും ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാ. ഇപ്പൊ എന്നിട്ട് അവർക്ക് പിന്നീട് കുറ്റബോധം തോന്നരുത്, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാരണം ഗെയിം ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും അതിനെക്കുറിച്ച് പറയും. ഞാനും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം പലകയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ സഹിച്ചു പിടിച്ചിട്ടാണ് ഓക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്. ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഫെയിലിയർ ആയാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഐ ആം ക്വിറ്റിംഗ്. You're quitting. So അങ്കിത, യെസ്. ഇവിടെ ഡിപ്ലോമസിയുടെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഇൻഡിവിജ്വൽ, ഇറ്റ്സ് ഓക്കെ. ടീമായിട്ട് വേണം ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ, ജയിക്കാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു റൂൾ അതാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരാളായിരിക്കും വിജയ്. സോ what do you want to say? I want to do. You want to do it, but your partner is not with you. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അങ്കിതയെ ഞങ്ങളായിട്ട് തന്നെ ഈ ഗെയിം ചെയ്യാൻ അനുവദിക്കാതിരിക്കേണ്ടി വരും. മേ ബി അങ്കിതയ്ക്ക് ഒരുപാട് മാർക്ക് കിട്ടിയേക്കാവുന്ന ഒരു സിനാരിയോ ആണ്, ഒരു ഗെയിമാണ്. ബട്ട് അതില്ലാതെ ആയേക്കാം. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? No. I want to do it. Then why don't you convince your partner? Do you want to change your partner? അങ്ങനെ എന്തെങ്കിലും ഒരു മെന്റൽ അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ തോന്നില്ല? അങ്ങനെ ചെറുതായിട്ടുണ്ട്. ബിക്കോസ് ഷീ ഈസ് വെരി വീക്ക്. So I would like to give you a chance. What do you guys, എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? പുള്ളിക്കാരത്തേക്കും ടാസ്ക് ചെയ്യണമെന്നുണ്ടാവുമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ. സോ അവൾ ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. അരുന്ധതി, സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന ഉണ്ടോ? സോ അരുന്ധതിക്ക് എന്തായിരുന്നു ഈ ഒരു ചാൻസ്? ബിക്കോസ് അരുന്ധതിയാണ് ഈ ഗെയിമിൽ നിന്ന് പിന്മാറുന്നത്. യു ക്യാൻ ചൂസ് വൺ ഓഫ് ദം. Carolyn. Okay, let's move. Ankita, happy അല്ലേ? ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി. സോ ടെൽ മീ, നിങ്ങളിൽ ആരാണ് തീച്ചൂളയിൽ തീ ബെഡിൽ കിടക്കുന്ന ആരാ? ഞാൻ കിടക്കാം. ബിക്കോസ് ആക്ച്വലി ഷീ ഈസ് കമ്മിങ് ഫോർ മൈ സപ്പോർട്ട്. ഞാൻ ഗുഡ് ചോയ്സ്. സോ കം.
2, 1, go! ഭയത്തെ അതിജീവിക്കുക, തീയെ കീഴടക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. ആദ്യത്തെ നമ്മുടെ കണ്ടസ്റ്റൻസ് 2 പേർ, കാരോളിൻ ആൻഡ് ഗൗരി. 1 മിനിറ്റ് 53 സെക്കൻഡിൽ സെക്കൻഡ് പോയ അമൃത ആൻഡ് അമൃത. എനിക്ക് ആക്ച്വലി കുറച്ച് വിഷമമുണ്ട് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങള് ട്രൈ ചെയ്തു, ഒരുപാട് വട്ടം ട്രൈ ചെയ്തു. ഇനിയിപ്പോ ഞാൻ പേഴ്സണലി നിങ്ങളെ ഫസ്റ്റ് ആക്കി സെക്കൻഡ് ആക്കി എന്നുള്ള പരിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. ഇവിടെ ഒന്നും പേഴ്സണലായിട്ടില്ല. 1 മിനിറ്റ് 55 സെക്കൻഡിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ധന്യ ആൻഡ് ശില്പ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എടുത്തിരിക്കുന്ന സമയം 2 മിനിറ്റ് 48 സെക്കൻഡ്. നോട്ട് അറ്റ് ഓൾ ബാക്ക്. മേഘ ആൻഡ് റമീഷ, നിങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഐ എം പ്രൗഡ് ടു ബി ഹോണസ്റ്റ്. നിങ്ങളാണ് ഈ മത്സരത്തിൽ വിജയി. 1 മിനിറ്റ് 39 സെക്കൻഡ്. Congratulations. അല്ല, ഒരു സസ്പെൻസ് കൂടെ പൊട്ടിക്കാനുണ്ട്. അപ്പൊ എന്റെ കാര്യം എന്താണ്? എന്ത് സസ്പെൻസ്? അല്ല, എന്റെ മാർക്ക്. സോ അങ്കിത ആൻഡ് കാരോളിൻ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 1 മിനിറ്റ് 37 സെക്കൻഡ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ മാർക്ക് 2 പേർക്കും തരാൻ പറ്റില്ല. ബിക്കോസ് പറയൂ, എന്താ ഐ അണ്ടർസ്റ്റാൻഡ്. അത്
എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. ബട്ട് എന്റെ എഫേർട്ടിനൊരു വിലയില്ലേ? അങ്കിതയുടെ എഫേർട്ടിന് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കിതയ്ക്കും മേഘയ്ക്കും റനീഷയ്ക്കും 10 പോയിന്റ്. ആൻഡ് കരോളിന് എല്ലാവരും കൂടി നല്ലൊരു കൈ കൊടുക്കും. ഇതിപ്പോ ആക്ച്വലി അങ്കിത ചേച്ചിയുടെ ടീമിനല്ലേ 10 മാർക്ക്? അങ്കിതയ്ക്ക് മാത്രം. ഏറ്റവും കുറവ് സമയത്തിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തിയ അങ്കിത ആൻഡ് ടീം 1.37 സെക്കൻഡിലാണ് എത്തിയത്. ദാറ്റ് മീൻസ് അങ്കിതയ്ക്കാണ് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത്. ബട്ട് അങ്കിതയ്ക്ക് ടീം ഇല്ലായിരുന്നു. അങ്കിതയുടെ ടീം പിന്മാറിയതുകൊണ്ട് കാരോളിൻ ഫ്രണ്ടിൽ വന്ന് വോളണ്ടറി ആയിട്ട് മത്സരിച്ചതുകൊണ്ടാണ് അങ്കിതയ്ക്ക് മാത്രം 10 പോയിന്റ് കൊടുത്തത്. ഓക്കെ, ബട്ട് ഇതൊരു ടീം മത്സരമാണ്. രണ്ടുപേരും ഒരുമിച്ചെത്തണം. ഒരു ടീമാണ് അവിടെ എത്തേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 1.39 സെക്കൻഡിൽ 1 മിനിറ്റ് 39 സെക്കൻഡിൽ എത്തിയിരിക്കുന്നത് മേഘ ആൻഡ് റനീഷാണ്. സോ അവരാണ് നമ്മുടെ വിജയ്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലിയർ.